താൽക്കാലിക ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ബാങ്ക് അക്കൌണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താൽക്കാലിക ജീവനക്കാർ കൈകാര്യം ചെയ്യരുതെന്നും സ്ഥാപന മേധാവിയുടെ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൌണ്ടുമായി ലിങ്ക് ചെയ്യണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സ്കൂളുകൾക്കും ഓഫീസുകൾക്കും ഈ തീരുമാനം ബാധകമാണ്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മേഘന, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു സർക്കുലറിൽ? ഉന്മേഷ്, കോഴിക്കോട് ജില്ലയിലെ 3 അധ്യാപകർ MDMA കേസിൽ പ്രതിയായ വാർത്ത അറിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ജീവനക്കാരാണ് ഈ അധ്യാപകർ എന്നുള്ള വിവരവും പുറത്തു വന്നു. അതിനുശേഷമാണ്, അതിന്റെ പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അധ്യാപകർക്ക് അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഓഫീസുകളിലെയും സ്കൂളുകളിലെയും ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. അതുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇറങ്ങിക്കഴിഞ്ഞു. അതിൽ പറയുന്നത്, ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് നിർബന്ധമാക്കി കഴിഞ്ഞു. അതിൽ കൂടാതെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഈ താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് പരിശോധിപ്പിക്കരുത്. അത് സ്കൂളിലെ സ്ഥിരം ജീവനക്കാർ, മേലധികാരികൾ തന്നെ പരിശോധിക്കണമെന്നുള്ള കാര്യം കൂടിയാണ് ഈ സർക്കുലറിൽ പറയുന്നത്. അതുപോലെ തന്നെ സ്ഥാപന മേധാവിയുടെ ഫോൺ നമ്പർ തന്നെയായിരിക്കണം ഈ സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യാൻ. അതുപോലെ ഈ ബാങ്ക് അക്കൗണ്ടുമായോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടോ ഒരു കാര്യങ്ങളിലും താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം കൂടിയാണ് ഈ സർക്കുലറിൽ പറയുന്നത്. അത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എല്ലാ ജില്ലാ ഭരണാധികാരികൾക്കും ഈ ഒരു സർക്കുലർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അത് നിർബന്ധമാക്കിയില്ലെങ്കിൽ നടപടി എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.